ഹായ് മക്കളെ. സോ നമ്മൾ 8ാം ക്ലാസ്സിലെ 4th ചാപ്റ്റർ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി സ്ഥിത വൈദ്യുതി എന്ന ചാപ്റ്ററാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ അല്ലേ? സോ ഈ ചാപ്റ്ററിലെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ആയിരിക്കും നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ യെസ്, സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി നമ്മൾ തുടങ്ങുന്ന ചാപ്റ്ററാണ് 4th ചാപ്റ്റർ സ്ഥിത വൈദ്യുതി. സോ ഇതിൽ ഏറ്റവും ആദ്യം ചാപ്റ്റർ തുടങ്ങുന്നത് ഒരു എക്സ്പെരിമെൻറ്റ് വെച്ചിട്ടാണ്. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് കുറച്ച് പേപ്പറിൻ്റെ കഷ്ണങ്ങൾ എടുക്കാം ആൻഡ് ഒരു കോമ്പ് എടുക്കാം. ഓക്കെ, എന്നിട്ട് ഈ കോമ്പ് നിങ്ങളുടെ തലയിൽ ഇങ്ങനെ ഒന്ന് ചീകിയിട്ട് ഈ പേപ്പറിൻ്റെ മുകളിലൊന്ന് വെച്ച് നോക്കാം. നിങ്ങൾ അവിടെ ഒരു മാജിക്ക് കാണും. എന്താണെന്ന് വെച്ചാൽ ഈ പേപ്പർ കഷ്ണങ്ങൾ ഈ കോമ്പിൽ കയറി ഇങ്ങനെ ഒട്ടിപ്പിടിക്കും. എന്തായിരിക്കും കാരണം? ഇത് മാജിക്കൊന്നുമല്ല. ഇവിടെ വരുന്ന ഒരാളുണ്ട്, അവനാണ് ഇലക്ട്രിക് ചാർജ്. ഇവിടെ സംഭവിക്കുന്നത്, നമ്മൾ ഈ ഉറയ്ക്കുന്ന ടൈമിൽ ചാർജുകളുടെ കൈമാറ്റമാണ് സംഭവിക്കുന്നത്. അതാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ കൂടുതൽ പഠിക്കാൻ പോകുന്നത്. ചാർജാണ് നമ്മുടെ ഈ ചാപ്റ്ററിലെ മെയിൻ ഹീറോ. സോ നമുക്ക് തുടങ്ങിയാലോ? യെസ്. സോ ഇലക്ട്രിക് ചാർജ്, വൈദ്യുത ചാർജ് എന്താണെന്ന് വെച്ചാൽ, ഇലക്ട്രിക് ചാർജ് ഈസ് ദ ഫണ്ടമെന്റൽ ഫാക്ടർ ദാറ്റ് കോസസ് അട്രാക്ഷൻ ഓർ റിപ്പൽഷൻ ബിറ്റ്വീൻ ഒബ്ജക്ട്സ്. സോ നമ്മൾ രണ്ട് ഒബ്ജക്ട്സ് എടുക്കുകയാണ്. ഈ ഒബ്ജക്റ്റുകൾ തമ്മിലുള്ള അട്രാക്ഷൻ ഓർ റിപ്പൽഷന് കാരണമാകുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അവനാണ് ഇലക്ട്രിക് ചാർജ്. ഓക്കെ, ഈ ഇലക്ട്രിക് ചാർജ് രണ്ട് തരമാണുള്ളത്, പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ്. സോ ചാർജ് എന്ന് പറയുന്ന രണ്ട് കാര്യമുണ്ട്, പോസിറ്റീവ് ചാർജ് ആൻഡ് നെഗറ്റീവ് ചാർജ്. സോ എങ്ങനെയാണ് ഈ ചാർജ് ഒരു ഒബ്ജക്റ്റിന് കിട്ടുക, അതാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാം. ആൻഡ് ഇതിൽ നമ്മൾ ഈ ചാപ്റ്ററിൽ വേരിയസ് വേസിലൂടെ ഒരു ഒബ്ജക്റ്റിന് ചാർജ് കിട്ടുന്ന രീതിയും പഠിക്കും. അതാണ് ഈ ചാപ്റ്ററിലെ ദ മെയിൻ പാർട്സ്. ഓക്കെ, യെസ്. സോ ഈ ചാർജ് പഠിക്കുന്നതിന് മുന്നേ നമുക്ക് പരിചയപ്പെടേണ്ട ഒരാളുണ്ട്, അവനാണ് ആറ്റം. നിങ്ങളെല്ലാവരും പഠിച്ചിട്ടുണ്ടാകും ആറ്റം എന്താണെന്ന്, ആറ്റത്തിൻ്റെ അകത്തുള്ള ആൾക്കാരായിരിക്കുകയാണെന്നൊക്കെ. സോ ആറ്റം എന്താണ്? ഇതേപോലെയുള്ള ഏതൊരു ഒബ്ജക്റ്റ് നമ്മൾ എടുത്താലും അതിലുള്ള ആൾക്കാരാണ് ആറ്റം. ഈ ആറ്റത്തിൽ ആരൊക്കെയാണുള്ളത്? ഇവിടെ ചുറ്റും കറങ്ങുന്ന ആൾക്കാരെ കണ്ടില്ലേ? ഈ കറങ്ങുന്ന ആൾക്കാർ, ആ കറങ്ങുന്ന ആൾക്കാരെ പറയുന്ന പേരാണ് ഇലക്ട്രോൺസ്. ഇലക്ട്രോൺസ്. ആൻഡ് അകത്തൊരു പോർഷൻ കണ്ടില്ലേ? ആ പോർഷനെ പറയുന്ന പേരാണ് ന്യൂക്ലിയസ്. ന്യൂക്ലിയസിൻ്റെ അകത്ത് രണ്ടാൾക്കാരുണ്ട്. അതിലൊരാളാണ് ന്യൂട്രോൺ, മറ്റൊരാളാണ് പ്രോട്ടോൺ. സോ ന്യൂട്രോൺ ഉണ്ട് ആൻഡ് പ്രോട്ടോൺ ഉണ്ട്, കണ്ടല്ലോ. സോ ഒരു ആറ്റത്തിൽ മൂന്നാൾക്കാരുണ്ട്, ഇലക്ട്രോൺ, പ്രോട്ടോൺ ആൻഡ് ന്യൂട്രോൺ. ഇവർക്ക് ചാർജുകളും ഉണ്ട്. നമ്മൾ പറഞ്ഞു ചാർജ് രണ്ട് രീതിയിലുണ്ട്, പോസിറ്റീവ് ചാർജ് ആൻഡ് നെഗറ്റീവ് ചാർജ്. ഇലക്ട്രോണിൻ്റെ ചാർജാണ് നെഗറ്റീവ്. ഓക്കെ, പ്രോട്ടോണിൻ്റെ ചാർജാണ് പോസിറ്റീവ്. ന്യൂട്രോണിൻ്റെ ചാർജോ? അവന് ചാർജ് ഇല്ല, അതുകൊണ്ടാണ് അവൻ്റെ പേര് ന്യൂട്രോൺ എന്ന് വിളിക്കുന്നത്. ഓക്കെ, യെസ്. സോ നമ്മളോട് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ആർ ദ മെയിൻ പാർട്ടിക്കിൾസ് ഇൻ ആൻ ആറ്റം? ആറ്റത്തിലെ പ്രധാന കണങ്ങൾ ഏവയെല്ലാമാണ്? പ്രോട്ടോൺ, ന്യൂട്രോൺ ആൻഡ് ഇലക്ട്രോൺസ് ആൻഡ് അവരുടെ ചാർജുകൾ പഠിച്ചിരിക്കണം. പ്രോട്ടോൺ പോസിറ്റീവ്, പി എന്ന് പഠിക്കാം. ന്യൂട്രോണിന് ചാർജ് ഇല്ല, ഇലക്ട്രോണിൻ്റെ ചാർജ് നെഗറ്റീവ്. ഇലക്ട്രോൺസ് ആണ് ഏറ്റവും മെയിൻ ആയിട്ടുള്ള ആൾക്കാർ, അവരുടെ പേരും ആൻഡ് അവരുടെ ചാർജും കാണാതെ പഠിച്ചിരിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, യെസ്. ഓക്കെ, ഇനി പഠിക്കേണ്ടത് ഒരു ഒബ്ജക്റ്റിൽ ഒരു ആറ്റത്തിൽ, നമുക്കൊരു ആറ്റമായിട്ട് എടുക്കാം. ഒരു ആറ്റം ഞാൻ എടുക്കുന്നു. ഓക്കെ, ഇത് ന്യൂക്ലിയസ് ആണ്. ന്യൂക്ലിയസിൽ പ്രോട്ടോൺസ് ഉണ്ട് ആൻഡ് ന്യൂട്രോൺസ് ഉണ്ട്. ഇതിൻ്റെ ചുറ്റും ഇലക്ട്രോൺസ് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇലക്ട്രോൺ നെഗറ്റീവ് ചാർജ് ആണല്ലോ. ഇവിടെ നിന്ന് ഇലക്ട്രോൺ വേറൊരു ആറ്റത്തിലോട്ട് പോയി, ഈ ഇലക്ട്രോൺ ഇവിടെ കിട്ടി. അങ്ങനെയാണെങ്കിൽ ഇവൻ്റെ ഈ ആറ്റത്തിൻ്റെ ഒരു നെഗറ്റീവ് ചാർജ് കുറഞ്ഞു എന്നാണല്ലോ എൻ്റെ മീനിങ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു നെഗറ്റീവ് കുറഞ്ഞു. ദാറ്റ് മീൻസ് നമ്മുടെ ആറ്റത്തിന് പോസിറ്റീവ് ചാർജ് കിട്ടി. ഒരു ഇലക്ട്രോൺ ആർക്കാണോ നഷ്ടപ്പെടുന്നത് അവന് പോസിറ്റീവ് ചാർജ് കിട്ടും, ആൻഡ് ആർക്കാണോ ഇലക്ട്രോണിനെ കിട്ടുന്നത് അവന് നെഗറ്റീവ് ചാർജ് കിട്ടും. ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ് ഇൻ ദ ചാപ്റ്റർ. ആരിൽ നിന്നാണ് ഇലക്ട്രോൺ നഷ്ടമാകുന്നത് അയാൾക്ക് പോസിറ്റീവ് ചാർജ് ആകും, ആർക്കാണോ ഇലക്ട്രോണിനെ കിട്ടുന്നത് അവന് നെഗറ്റീവ് ചാർജ് ആകും. ഓക്കെ, അങ്ങനെയാണ് എൻ്റെ അടുത്ത ക്വസ്റ്റ്യൻ. ഒരു ആറ്റത്തിൽ ഇലക്ട്രോൺസിൻ്റെയും പ്രോട്ടോൺസിൻ്റെയും എണ്ണം തുല്യമാണെങ്കിൽ എന്തായിരിക്കും ആ ആറ്റത്തിൻ്റെ ചാർജ്? അവൻ്റെ ചാർജ് ഇലക്ട്രോൺ എന്ന് പറയുന്നത് ഒരു 12 ഇലക്ട്രോൺ ഉണ്ട് ഒരു ആറ്റത്തിൽ. ഓക്കെ, ആൻഡ് പ്രോട്ടോണും 12 എണ്ണം ഉണ്ട്. ഒന്ന് ചിന്തിച്ച് നോക്കിയേ, ഇലക്ട്രോണിൻ്റെ ചാർജ് നെഗറ്റീവാണ്, പ്രോട്ടോണിൻ്റെ ചാർജ് പോസിറ്റീവാണ്. സോ ടോട്ടൽ ചാർജ് എന്ന് പറയുന്നത് 12 നെഗറ്റീവ് പ്ലസ് 12 പോസിറ്റീവ്, ദാറ്റ് മീൻസ് 0. സോ ഒരു ആറ്റത്തിൽ പ്രോട്ടോണിൻ്റെ എണ്ണവും ഇലക്ട്രോണിൻ്റെ എണ്ണവും തുല്യമാണെങ്കിൽ ആ ആറ്റം ന്യൂട്രൽ ആയിരിക്കും, കാരണം അവന് ചാർജ് ഉണ്ടാകില്ല. ഓർത്തിരിക്കണം ഈ കൺസെപ്റ്റ്.
ആർക്കാണോ ഇലക്ട്രോൺ നഷ്ടമാകുന്നത് അവന് പോസിറ്റീവ് ചാർജ് കിട്ടും, ആർക്കാണ് ഇലക്ട്രോൺ കിട്ടുന്നത് അവന് നെഗറ്റീവ് ചാർജ് കിട്ടും. ഇനി ഈ ഒരു കൺസെപ്റ്റ് വെച്ചാണ് നമ്മുടെ ഈ ചാപ്റ്റർ മുന്നോട്ട് പോവാം. ഓക്കെ, സോ ഈ കൺസെപ്റ്റ് നല്ല ക്ലിയർ ആയിട്ട്, ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ഓർത്തിരിക്കുക. യെസ്, അങ്ങനെയാണെങ്കിൽ ബാക്കി ഞാൻ പറഞ്ഞു, ഒരാളിൽ നിന്ന് ഇലക്ട്രോണിനെ പോകുന്നു, ഒരാൾക്ക് ഇലക്ട്രോണിനെ കിട്ടുന്നു. ഇങ്ങനെയാണ് ചാർജുകളുടെ കൈമാറ്റം സംഭവിക്കുന്നത്. ഞാനിവിടെ ഒരു സിൽക്ക് തുണി എടുത്തിട്ടുണ്ട്. ആൻഡ് ഇത് നിങ്ങൾക്ക് ചെയ്തു നോക്കാം കേട്ടോ, വീട്ടിൽ ചെയ്തു നോക്കാൻ പറ്റുന്ന ഒരു എക്സ്പെരിമെൻ്റ് ആണ്. ഒരു സിൽക്ക് തുണി, ഓക്കെ, സിൽക്ക് തുണി എടുത്തിട്ടുണ്ട്. ആൻഡ് ഒരു റോഡ്, ഒരു ഗ്ലാസ് റോഡ് എടുത്തിട്ടുണ്ട്. ആണ് ഞാൻ ഈ ഗ്ലാസ് റോഡും സിൽക്ക് തുണിയും കൂടി ഇങ്ങനെ ഉരയ്ക്കുകയാണ്. ഉരയ്ക്കുന്ന സമയത്ത് ഇവിടെ സംഭവിക്കുന്ന എന്താണെന്ന് വെച്ചാൽ, ഇവിടെ നിന്നുള്ള ഇലക്ട്രോൺസ് ഇങ്ങോട്ട് പോകും, സിൽക്കിലോട്ട് പോകും. അതായത് ഞാൻ പറഞ്ഞു, ഇലക്ട്രോണിനെ ആർക്കാണോ നഷ്ടപ്പെടുന്നത് അവന് പോസിറ്റീവ് ചാർജ് കിട്ടും, ആൻഡ് ഇലക്ട്രോൺ ആരാണോ സ്വീകരിക്കുന്നത് അവന് നെഗറ്റീവ് ചാർജും കിട്ടും. സോ റബ്ബിങ് വഴി, ഓക്കെ, റബ്ബിങ് ഫസ്റ്റ് പോയിന്റ് ആണ് ഈ ചാപ്റ്ററിലെ. ഉരയ്ക്കൽ വഴി, രണ്ട് ഒബ്ജക്റ്റുകൾ നമ്മൾ ഉരച്ചാൽ ഒരാളിൽ നിന്നുള്ള ഇലക്ട്രോൺസ് മറ്റേ ആൾക്ക് പോകും. ഓക്കെ, അങ്ങനെ ഒരാൾക്ക് പോസിറ്റീവോ മറ്റേ ആൾക്ക് നെഗറ്റീവും കിട്ടും. ഏത് രണ്ട് ഒബ്ജക്റ്റുകൾ നമ്മൾ ഉരച്ചാലും ഈ ഒരു പ്രക്രിയ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതാണ് നമ്മൾ ഫസ്റ്റ് സംഭവിച്ചത്. നമ്മളൊരു കോമ്പെടുത്ത് തലയിൽ ഉരച്ചു, എന്ത് സംഭവിച്ചു? നമ്മുടെ മുടിയിൽ നിന്നുള്ള ഇലക്ട്രോൺസ് ആ കോമ്പിലോട്ട് പോയി. ഓക്കെ, അങ്ങനെയാണ് ചാർജ് നമ്മുടെ കോമ്പിന് കിട്ടുന്നത്. സെയിം ഹിയർ. ഓക്കെ, ഇത് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, എന്തായാലും എക്സാമിന് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. സോ യെസ്, ഇതേപോലെ ഒരു ടേബിൾ നിങ്ങൾ ടെക്സ്റ്റ് കാണിച്ചിട്ടുണ്ട്. നമ്മളോട് ചോദിക്കുകയാണ്, ഗ്ലാസ് റോഡും സിൽക്കും കൂടി റബ്ബ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ഗ്ലാസ് റോഡിന് ഇലക്ട്രോൺ നഷ്ടപ്പെടുന്നു. അങ്ങനെയാണെങ്കിൽ ഞാനിപ്പോൾ പറഞ്ഞ പോലെ ഗ്ലാസ് റോഡിന് ഏത് ചാർജ് ആയിരിക്കും കിട്ടുക? പോസിറ്റീവ് ചാർജ്. സോ ഇത് നിങ്ങൾ ഫില്ല് ചെയ്യേണ്ടത് പോസിറ്റീവ് ചാർജ് കിട്ടുന്നത് ഗ്ലാസ് റോഡിനായിരിക്കും. ഓക്കെ, ഗ്ലാസ് റോഡ്. അങ്ങനെയാണെങ്കിൽ ആർക്കായിരിക്കും നെഗറ്റീവ് ചാർജ് കിട്ടുക? ആർക്കാണോ ഇലക്ട്രോണിനെ കിട്ടിയത് അയാൾക്ക്. ഇവിടുത്തെ കേസിൽ സിൽക്ക്. യെസ്, ഓക്കെ അല്ലേ? സെയിം ഹിയർ. എബണൈറ്റും വൂളൻ ക്ലോത്ത്, വേറെ രണ്ട് സാധനങ്ങൾ നമ്മൾ ഉരയ്ക്കുകയാണ്. സോ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഇവിടെ പോസിറ്റീവ് ചാർജ് കിട്ടുന്നത് വൂളൻ ക്ലോത്തിനാണ്. അതിൻ്റെ മീനിങ് എന്താണ്? അവന് പോസിറ്റീവ് ചാർജ് ആകണമെങ്കിൽ അവൻ്റെ ഇലക്ട്രോൺസിന് അവന് നഷ്ടമായിട്ടുണ്ട്. ദാറ്റ് മീൻസ് ഇലക്ട്രോണിന് ട്രാൻസ്ഫറിങ് നടക്കുന്നത് വൂളൻ ക്ലോത്തിൽ നിന്നാണ്. വൂളൻ ക്ലോത്ത് ലൂസസ് ഇലക്ട്രോൺ. ഒരു കാര്യം ചിന്തിച്ചാൽ മതി, ഇലക്ട്രോണിനെ ആർക്ക് നഷ്ടപ്പെടുന്നോ അയാൾക്ക് പോസിറ്റീവ് ചാർജ് കിട്ടും, ഇലക്ട്രോണിനെ ആരെ സ്വീകരിക്കുന്നോ അയാൾക്ക് നെഗറ്റീവ് ചാർജ് കിട്ടും. ഇതാണ് കൺസെപ്റ്റ്. ഇവിടെ വരുന്നത് എബണൈറ്റ്, നെഗറ്റീവ് ചാർജ് കിട്ടുന്നത് എബണൈറ്റിനാണ്. യെസ്, ടെക്സ്റ്റിൽ ഒരാളെയും കൂടി കാണിച്ചിട്ടുണ്ട്. അത് നിങ്ങളുടെ ലോജിക്ക് ഉപയോഗിച്ച്, ഇതേ ലോജിക്ക് ഉപയോഗിച്ച് നിങ്ങളത് ഫില്ല് ചെയ്യാം കേട്ടോ. ഓക്കെ, സോ ഫസ്റ്റ് സ്റ്റെപ്പാണ്, ഫസ്റ്റ് മെത്തേഡ് നമ്മളിപ്പോൾ പഠിച്ചത് റബ്ബിങ്, ഉരയ്ക്കൽ വഴി ചാർജ് ചെയ്യപ്പെടാം. ഓക്കെ, ഇനി നമ്മൾ രണ്ട് മെത്തേഡ് കൂടി ചാപ്റ്ററിൽ പഠിക്കും. ഓക്കെ, സോ ഫസ്റ്റ് വൺ ഇതാണ്, റബ്ബിങ്, ഉരയ്ക്കൽ. സെറ്റ്. ഇനി പഠിക്കേണ്ടതാണ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇലക്ട്രിക് ചാർജ്, വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്. വൈദ്യുത ചാർജുകളുടെ സ്വഭാവ സവിശേഷതകൾ. നമ്മുടെ ചാർജുകൾ എന്ന് പറഞ്ഞല്ലേ, പോസിറ്റീവ് ചാർജ് ഉണ്ട്, നെഗറ്റീവ് ചാർജ് ഉണ്ട്. ഈ ചാർജുകൾക്ക് കുറച്ച് പ്രത്യേകതകളുണ്ട്, നമ്മൾ അറിഞ്ഞിരിക്കണ്ടേ? അറിയണം. അതാണ് ഇനി പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ് പ്രോപ്പർട്ടിയാണ് ലൈക്ക് ചാർജസ് റിപ്പൽ. സജാതീയ ചാർജുകൾ വികർഷിക്കുന്നു. ദാറ്റ് മീൻസ് രണ്ട് നെഗറ്റീവ് ചാർജുകൾ ഞാൻ അടുത്ത് കൊണ്ടുവന്നാൽ, ഒരേപോലത്തെ ചാർജുകളാണല്ലോ, ഇവരകന്നു പോകും. അവർ റിപ്പൽ ചെയ്യും, അവരടുത്തേക്ക് വരില്ല, അവർ റിപ്പൽ ചെയ്തു. അതേസമയം രണ്ട് പോസിറ്റീവ് ചാർജുകൾ ഞാൻ അടുത്തോട്ട് കൊണ്ടുവന്നാലും അവർ റിപ്പൽ ചെയ്യും. ഓക്കെ, നമ്മളെങ്ങനെയാണ്? നമ്മളും അങ്ങനെ തന്നെയാണ് അല്ലേ? നമുക്ക് നമ്മുടെ സ്വഭാവക്കാരെ വലിയ ഇഷ്ടാവില്ല, നമുക്ക് എപ്പോഴും ഓപ്പോസിറ്റോണ്ടായിരിക്കില്ല അട്രാക്ഷൻ കൂടുതൽ. സെയിം ഹിയർ. സോ ഇവിടെ ലൈക്ക് ചാർജസ് റിപ്പൽ എന്ന് പറയാൻ സജാതീയ ചാർജുകൾ വികർഷിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അൺലൈക്ക് ചാർജസ് എങ്ങനെയായിരിക്കും? ഒരു പോസിറ്റീവ് ഒരു നെഗറ്റീവും കൊണ്ടുവന്നാൽ അവരടുത്തേക്ക് വരും. അവരടുത്തേക്ക് വരും. ഒരേപോലത്തവരാണെങ്കിൽ അവരകന്നു പോകും. നമുക്കും അങ്ങനെ തന്നെയല്ലേ? നമുക്ക് എപ്പോഴും ഓപ്പോസിറ്റോടായിരിക്കില്ല അട്രാക്ഷൻ. നോർത്ത് പോൾ ആൻഡ് സൗത്ത് പോൾ അട്രാക്ട്. നമ്മുടെ ഫിസിക്സിലെ വൺ ഓഫ് ദി മെയിൻ പോയിന്റ്സിലൊന്നാണ് ഓപ്പോസിറ്റ് ആയുള്ളവരെ എപ്പോഴും അട്രാക്ട് ചെയ്യും. ഓക്കെ, നമ്മുടെ പാരൻസിൻ്റെ കേസ് എടുത്താലും നിങ്ങൾക്ക് പലരിലും അത് കാണാൻ പറ്റും. ഓപ്പോസിറ്റ് നെഗറ്റീവ് എപ്പോഴും അട്രാക്റ്റീവ് ആയിട്ടിരിക്കും. സോ യെസ്, ദിസ് ഈസ് ഇറ്റ്. ലൈക്ക് ചാർജസ് റിപ്പൽ. ഒരേപോലെയുള്ള ചാർജുകളാണെങ്കിൽ അവരകന്നു പോകും. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ അൺലൈക്ക് ചാർജസ് എന്ത് ചെയ്യും? അട്രാക്ട് ചെയ്യും. വിജാതീയ ചാർജുകൾ ആകർഷിക്കുന്നു. ഒരു പോസിറ്റീവ് ഒരു നെഗറ്റീവ് ആണെങ്കിൽ അവരെപ്പോഴും അടുത്തേക്ക് വരും. ഒരു പോസിറ്റീവായുള്ള ഒരാൾ ഇവിടെ വന്ന് നിൽക്കുകയാണെങ്കിൽ അവനെ കാണുമ്പോൾ തന്നെ എവിടെയെങ്കിലും കിടക്കുന്ന ഒരു നെഗറ്റീവ് വന്ന് അവൻ്റെ അടുത്തോട്ട് വന്നിരിക്കും, ചേർന്ന് വന്നിരിക്കും. ഓക്കെ, ഇത് ബേസ് ആണ്. ഇനി ബാക്കിയുള്ള ചാർജിങ് മെത്തേഡ്സ് പഠിക്കാം കേട്ടോ. യെസ്, സോ യെസ്, നമ്മൾ പറഞ്ഞു ഇലക്ട്രോൺ
ഇലക്ട്രോൺസ് ഇങ്ങനെ ചാടിക്കൊണ്ടിരിക്കണം, ഒരെണ്ണത്തിൽ നിന്ന് വേറൊരെണ്ണത്തിലോട്ട് ഇലക്ട്രോൺസ് ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുന്നു. ഇലക്ട്രോൺസ് ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുന്നതിലൂടെ നമുക്ക് കിട്ടുന്ന ഒരാളുണ്ട്, നിങ്ങൾ എല്ലാ ദിവസവും കാണുന്ന ഒരാളാണ് അവൻ. അവൻ്റെ പേരാണ് ഇലക്ട്രിസിറ്റി, വൈദ്യുതി. കാരണം വൈദ്യുതി, നമ്മുടെ വീട്ടിൽ വൈദ്യുതി കിട്ടാറില്ല, നിങ്ങൾക്ക് ഇലക്ട്രിസിറ്റി കിട്ടാറുണ്ട്. നമ്മുടെ ഫാൻ കറങ്ങുന്നുണ്ട്, ലൈറ്റ് വർക്ക് ചെയ്യുന്നുണ്ട്, എങ്ങനെയാണ്? ഇലക്ട്രോൺ ട്രാൻസ്ഫറിങ്ങിലൂടെയാണ്. നമ്മൾ ആ വയറൊക്കെ എടുക്കാറില്ല, ഒരു വയറുണ്ടല്ലോ, അതിലൂടെയാണല്ലോ കറണ്ട് ഒഴുകുന്നത്. എന്താ സംഭവിക്കുന്നത്? ഇലക്ട്രോൺസ് ഒരെണ്ണത്തിൽ നിന്ന് വേറൊരെണ്ണത്തിലൂടെ ഇങ്ങനെ ചാടിക്കൊണ്ടിരിക്കുകയാണ്. സോ ഇലക്ട്രോൺസ് ട്രാൻസ്ഫറിങ്ങിലൂടെയാണ് ഇലക്ട്രിസിറ്റി ഉണ്ടാകുക. ഇലക്ട്രിസിറ്റി ഈസ് എ ഫോം ഓഫ് എനർജി പ്രൊഡ്യൂസ്ഡ് ഡ്യൂ ടു ദ പ്രസൻസ് ഓർ ഫ്ലോ ഓഫ് ചാർജസ്. ചാർജുകളുടെ സാന്നിധ്യമോ ഒഴുക്കോ കാരണം ഉണ്ടാകുന്ന ഒരു ഊർജ്ജ രൂപമാണ് വൈദ്യുതി. ഓർത്തിരിക്കുക കേട്ടോ. ഇതിൻ്റെ അഡ്വാൻസ്ഡ് ടോപ്പിക്സ് ഒക്കെ നിങ്ങൾ അടുത്ത വർഷം പഠിക്കും. ഈ ചാപ്റ്ററിലുണ്ട്, ബട്ട് ഇതിൻ്റെ അഡ്വാൻസ്ഡ് നെക്സ്റ്റ് ഇയർ ഉണ്ട്. സോ ഇവിടെ മുതലേ നിങ്ങൾ കറക്റ്റായിട്ട് തറവായിട്ട് പഠിച്ചിട്ട് പോവാം. ബേസൊക്കെ ഇവിടെ തന്നെ ഉണ്ടാക്കുക. നല്ല ഇൻട്രസ്റ്റിംഗ് ആയുള്ള ഒരു ചാപ്റ്ററാണ്. സോ യെസ്, ഇനി എന്താണ് ചാർജിങ്? നമ്മുടെ വീട്ടിലെ ഫോൺ നിങ്ങൾ ചാർജ് ചെയ്യാറുണ്ടല്ലേ? ചാർജ് തീർന്നു പോകുമ്പോൾ ചാർജ് ചെയ്യാറുണ്ട്. എങ്ങനെയാണ് ഈ ചാർജ് ചെയ്യുന്നത്? ഇതെല്ലാം ഇവിടെയാണ്. ഇവിടെ നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൻ്റെ കളിയാണത് മൊത്തം. നോക്കിക്കോളുക, നമ്മൾ ചാർജ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ നമ്മൾ ചാർജ് ചെയ്യാൻ കുത്തിയിടുന്ന സമയത്ത് ഇവിടെ നിന്നുള്ള ഇലക്ട്രോൺസ് പോയി 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 നമ്മുടെ ഫോണിൻ്റെ അകത്തോട്ട് കയറും. അങ്ങനെയാണ് ഫോണിന് ചാർജ് ഫുള്ളാകുന്നത്. ഓക്കെ, സോ ചാർജിങ് എന്ന് പറഞ്ഞാൽ പ്രോസസ് ഓഫ് മേക്കിംഗ് ഒബ്ജക്ട്സ് ചാർജ് ത്രൂ ഇലക്ട്രോൺ ട്രാൻസ്ഫർ ഈസ് കോൾഡ് ചാർജിങ്. ഇലക്ട്രോണുകൾ ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്തുകൊണ്ട് പോകും. ആ പ്രോസസ്സിനാണ് ചാർജിങ് എന്ന് പറയാം. ഓക്കെ, ഓർത്തിരിക്കുക കേട്ടോ, കാണാതെ പഠിക്കരുത്, ഇതെല്ലാം അറിഞ്ഞിരിക്കുക. കാരണം ഇത് അഡ്വാൻസ്ഡ് ആയിട്ട് നമുക്ക് ഇനി പഠിക്കേണ്ട ടോപ്പിക്കുകളാണ്. ആൻഡ് ദ നെക്സ്റ്റ്, നിങ്ങൾ അടുക്കളയിൽ കയറാറുള്ളവരാണോ? ആണെങ്കിൽ നമ്മൾ പാൻ, ഇതേപോലൊരു പാൻ എടുക്കുകയാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഈ പാനിൻ്റെ അതേ മെറ്റീരിയൽ ആയിരിക്കില്ല അതിൻ്റെ പിടി. എന്തിനാണ് അങ്ങനെ വേറെ മെറ്റീരിയൽ? ഈ സെയിം മെറ്റൽ ഉപയോഗിച്ചാൽ പോരെ അവിടെ? വൈ, നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? കാരണം ഇവിടെ നിന്നുള്ള ഹീറ്റ് ഇങ്ങോട്ട് വരാതിരിക്കാനാണ്. അങ്ങനെ ഹീറ്റ് വന്നു കഴിഞ്ഞാൽ കൈ പൊള്ളൂലേ? സോ കൈ പൊള്ളാതിരിക്കാൻ വേണ്ടിയാണ് ഇവിടെ വേറൊരു മെറ്റീരിയൽ എടുക്കുന്നത്. സോ ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യാത്ത ആ മെറ്റീരിയലുകളെ നമ്മൾ വിളിക്കുന്ന ഒരു പേരുണ്ട്, അതാണ് ഇൻസുലേറ്റേഴ്സ്. ഓക്കെ, ഇൻസുലേറ്റേഴ്സ് ആർ സബ്സ്റ്റൻസ് ദാറ്റ് ഡു നോട്ട് കണ്ടക്ട് ഇലക്ട്രിസിറ്റി. വൈദ്യുതി കടത്തിവിടാത്ത വസ്തുക്കളാണ് ഇൻസുലേറ്ററുകൾ. നമ്മുടെ ഫിസിക്സിലെ ഇൻസുലേറ്ററിന് ഇതാണ്. ഇത് വൺ ഓഫ് ദ ഫോം ഓഫ് ഇൻസുലേറ്റർ ആണ്. മെയിൻ ഇൻസുലേറ്റർ ഈ സംഭവമാണ്. ഓക്കെ അല്ലേ? ഓർത്തിരിക്കുക, ഇൻസുലേറ്റേഴ്സ് എന്താണെന്നുള്ള കാര്യം ഓർത്തിരിക്കണം. ദെൻ പഠിക്കേണ്ടതാണ് നമ്മുടെ ചാപ്റ്ററിൻ്റെ പേരെന്താണ്? സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി, സ്ഥിത വൈദ്യുതി. അതെന്താണെന്ന് അറിയണ്ടേ? നോക്കാം. ഒരു ഒബ്ജക്റ്റിൽ ചാർജ് ഉണ്ട്. ഓക്കെ, ചാർജ് ഉണ്ട്, പക്ഷെ അവൻ ഒഴുകുന്നില്ല. ഒഴുകാതെ ഒരു ഒബ്ജക്റ്റിൽ ചാർജ് ഇങ്ങനെ സ്റ്റില്ലായിട്ട് നിൽക്കുകയാണ്. അവിടെ ഉണ്ടാകുന്ന ഇലക്ട്രിസിറ്റിയാണ് സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി. ഇൻ കേസ് ഇത് ഒഴുകുകയാണെങ്കിൽ അവിടെ ഉണ്ടാകുന്നത് കറണ്ട് ഇലക്ട്രിസിറ്റിയാണ്. അത് നിങ്ങൾ നെക്സ്റ്റ് ഇയർ 9ാം ക്ലാസ്സിൽ പഠിക്കും. ഇവിടെ നമ്മൾ പഠിക്കുന്നതാണ് സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി. ദാറ്റ് മീൻസ് ഇഫ് ചാർജ് അക്യുമുലേറ്റ്സ് ആൻഡ് റിമെയിൻസ് ഇൻ ദ സെയിം പ്ലേസ് വിത്തൗട്ട് ബീങ് ഏബിൾ ടു ഫ്ലോ ദ ഇലക്ട്രിസിറ്റി ഒബ്റ്റെയിൻഡ് ഇൻ ദിസ് വേ ഈസ് കോൾഡ് സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി. ഓക്കെ, സോ ഇതിവിടെ പഠിച്ചാലാണ് നിങ്ങൾക്ക് അടുത്ത വർഷം പഠിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ഗുഡ്. നമ്മളിവിടെ ഒരു വീഡിയോ ഒക്കെ വെച്ചിട്ടുണ്ട്, ആവശ്യമുള്ളവരൊക്കെ അത് ആവശ്യമുള്ള പോലെ എടുക്കുക. ഓക്കെ, ഇനി നമ്മൾ രണ്ടാമത്തെ മെത്തേഡ് ഓഫ് ചാർജിങ് പഠിക്കുകയാണ്. നമ്മൾ ആദ്യം പഠിച്ചത് റബ്ബിംഗ് ആണ്. ഇവിടെ നമ്മൾ രണ്ടാമത്തെ ഒരു മെത്തേഡ് പഠിക്കാൻ പോവാണ്. സോ എൻ്റെ ഒരു ഒബ്ജക്റ്റിൽ ചാർജ് ഉണ്ട് കേട്ടോ. ഇതേപോലെ നെഗറ്റീവ് ചാർജുള്ള ഒരു ഒബ്ജക്റ്റ് ഞാൻ എടുത്തേക്കാണ്. ഇവൻ്റെ അടുത്തേക്ക് ഞാൻ വേറൊരു ചാർജ് കൊണ്ടുവരികയാണ്. അവൻ ചാർജ് ഒന്നുമില്ല, അവൻ ന്യൂട്രലാണ്. ന്യൂട്രൽ മീൻസ് ഈക്വൽ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ചാർജ്. അവനെ ഞാൻ ഇവിടെ ഇങ്ങനെ കൊണ്ടുവന്നു, അടുത്ത് വെച്ചു. ഇവിടെ ഞാൻ ഉരയ്ക്കുന്നൊന്നുമില്ല. ഇങ്ങനെ അടുത്ത് ഞാൻ കൊണ്ടുപോയി വെക്കുമ്പോഴേക്കും ഇവൻ എന്ത് ചെയ്യുന്നറിയോ? ഇവൻ ഭയങ്കര ദാനശീലനാണ്. നമ്മളെപ്പോലെ സെൽഫിഷ് ഒന്നുമല്ല. അവൻ എന്ത് ചെയ്യും? അവൻ്റെ കയ്യിലുള്ള എക്സ്ട്രാ ചാർജുകൾ അവൻ ഇതേപോലെ അങ്ങോട്ട് കൊടുക്കും. ഇവൻ്റെ അടുത്ത് 6 നെഗറ്റീവ് ഉണ്ടെങ്കിൽ അവൻ 3 എണ്ണം അപ്പുറത്ത് അവന് കൊടുക്കും. നീ എടുത്തോ എന്ന് പറയും. ഓക്കെ, ഈ മെത്തേഡാണ്. ഇവനും ഇപ്പോൾ ഈക്വലായി, അവനും ഇപ്പോൾ ഈക്വലായി. ഈ മെത്തേഡ് ഓഫ് ചാർജിങ്ങിനെയാണ് പറയുന്നത് ചാർജിങ് ബൈ കണ്ടക്ഷൻ, സമ്പർക്കം വഴിയുള്ള ചാർജിങ്. നിങ്ങളിൽ കുറച്ച് പേരെങ്കിലും ഉണ്ടാവും, നമ്മുടെ കയ്യിൽ കുറേ മിഠായി ഉണ്ട്. ഒരു കൂട്ടുകാരൻ വന്ന് നമ്മളിങ്ങനെ ടച്ച് ചെയ്യുന്നു, അപ്പോൾ തന്നെ നീ മിഠായിക്ക് വന്നതായിരിക്കും, കുറച്ചെടുത്തോ എന്ന് പറഞ്ഞു കൊടുക്കൂലേ? അവൻ അല്ലാതെ നിങ്ങളെ തല്ലൊന്നും വേണ്ട, അങ്ങനെ റബ്ബിങ്ങിൻ്റെ തല്ലിൻ്റെ ഒന്നും ആവശ്യമില്ല. വന്ന് തൊടുമ്പോഴേക്കും നമുക്ക് മനസ്സിലാവും മിഠായിക്ക് വന്നതാണെന്ന്. കൊടുക്കൂലേ? ദാറ്റ് ഈസ് ചാർജിങ് ബൈ കണ്ടക്ഷൻ, സമ്പർക്കം വഴിയുള്ള ചാർജിങ്. ഓക്കെ, യെസ്, ടെക്സ്റ്റിൽ ഇത് കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. ചാർജിങ് ബൈ കണ്ടക്ഷൻ ഈസ് എ മെത്തേഡ് ഓഫ് ചാർജിങ് ആൻ ഒബ്ജക്ട്
ബൈ ഡയറക്റ്റ് ഫിസിക്കൽ കോണ്ടാക്ട് വിത്ത് എ ചാർജ്ഡ് ഒബ്ജക്റ്റ്. ഇവിടെ ഫിസിക്കൽ കോണ്ടാക്ട് വരുന്നുണ്ട്, ടച്ച് ചെയ്യുന്നുണ്ട് കേട്ടോ. ഹിയർ ദ ടു ഒബ്ജക്റ്റ് കം ഇൻ ടു കോണ്ടാക്ട് വിൽ ഹാവ് സിമിലർ ചാർജസ്. ഒരാൾക്ക് നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ അവൻ സിമിലർ ചാർജ് ആയിരിക്കും മറ്റേ ആൾക്ക് കൊടുക്കുക. ഓക്കെ, യെസ്. ചാർജുള്ള വസ്തുക്കൾ കൊണ്ട് സ്പർശിച്ച് മറ്റു വസ്തുക്കളെ ചാർജ് ചെയ്യുന്ന രീതിയാണ് സമ്പർക്കം വഴിയുള്ള ചാർജിങ്. ഇവിടെ സമ്പർക്കത്തിൽ വരുന്ന രണ്ട് വസ്തുക്കൾക്കും സമാന ചാർജ് ആയിരിക്കും. ഓർത്തിരിക്കുക കേട്ടോ, സമ്പർക്കം വഴി. ദാറ്റ് ഈസ് ദ മെയിൻ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. ഫിസിക്കൽ കോണ്ടാക്ട്. ഫസ്റ്റ് വൺ റബ്ബിംഗ് ആയിരുന്നു, ഇവിടെ വന്ന് ടച്ച് ചെയ്യുന്നു. ടച്ച് എന്നൊന്നും എഴുതി വെക്കരുത്, ഫിസിക്കൽ കോണ്ടാക്ട്. ടച്ച് എന്ന് പറയുന്ന ഒരു വാക്ക് നമുക്കില്ല, ഫിസിക്സിലില്ല. സോ ഫിസിക്കൽ കോണ്ടാക്ട്. ഓക്കെ, സമ്പർക്കം വഴി. ചാർജിങ് ബൈ ഇൻഡക്ഷൻ, കണ്ടക്ഷൻ. ഓക്കെ, സമ്പർക്കം വഴിയുള്ള ചാർജിങ്. സോ യെസ്, നിങ്ങളുടെ ടെക്സ്റ്റിൽ ഇതേപോലെ ഒരു ഫിഗർ കാണിച്ചിട്ടുണ്ട്. ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത്? ഒരു മെറ്റൽ സ്ഫിയർ. അവന് ചാർജ് ഒന്നുമില്ല കേട്ടോ, അവൻ ചാർജ് ഒന്നുമില്ല, അതായത് അവൻ ന്യൂട്രലാണ്. ഞാനൊരു ചാർജ് ഉള്ള ഒരു ഗ്ലാസ് റോഡ് അവൻ്റെ അടുത്ത് കൊണ്ടുവന്ന് വെച്ചു. ഇതേപോലെ ചാർജ് ഉള്ളൊരു ആളെ കൊണ്ട് ടച്ച് ചെയ്യിച്ചു. എന്ത് സംഭവിക്കും? ഇവന് ചാർജ് ഉണ്ട്, ഇവൻ എന്ത് ചെയ്യും? ഇവൻ ഭയങ്കര ദാനശീലനാണ്. ഇവൻ മറ്റവനെ ടച്ച് ചെയ്യുമ്പോഴേക്കും അവൻ പകുതി അങ്ങോട്ട് കൊടുക്കും. കണ്ടോ? അങ്ങനെ നമ്മുടെ സ്ഫിയറിന് ചാർജ് കിട്ടുന്നു. ഞാനിട്ട് ആ റോഡ് മാറ്റിക്കഴിഞ്ഞാലും അവന് ചാർജ് ഉണ്ട്. ദേ, അതായത് ചാർജ് ഇല്ലാത്തൊരാൾക്ക് ദേ ഇപ്പം ചാർജായി. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ വേ ഓഫ് ചാർജിങ് കേട്ടോ. ചാർജിങ് ബൈ കണ്ടക്ഷൻ, സമ്പർക്കം വഴിയുള്ള ചാർജിങ്. ഓക്കെ, നമ്മുടെ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റിക്ക് കുറച്ച് അഡ്വാൻറ്റേജസ് ഉണ്ട്, ആപ്ലിക്കേഷൻസ്. സ്ഥിതിവൈദ്യുതി പ്രയോജനപ്പെടുത്തുന്ന കുറച്ച് സന്ദർഭങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഫസ്റ്റ് വൺ ആണ് സ്പ്രേ പെയിൻറ്റിങ്. ഇലക്ട്രോണിക് സ്പ്രേ പെയിൻറ്റിങ് എന്നൊക്കെ പറയാം. നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന സ്പ്രേ പെയിൻറ്റിങ് അല്ല, ഇത് കാറിലൊക്കെ ഉപയോഗിക്കും. നിങ്ങൾ നോക്കുക, കാറിലുള്ള പെയിൻറ്റിന് പോസിറ്റീവ് ചാർജാണ്. ഓക്കെ, ആൻഡ് നമ്മൾ പെയിൻറ്റ് ചെയ്യേണ്ട പെയിൻറ്റിന് നെഗറ്റീവ് ചാർജാണ്. നമ്മൾ പറഞ്ഞൊരൊറ്റ കൺസെപ്റ്റ് ഉണ്ട്, ഓപ്പോസിറ്റ് ചാർജുകളാണെങ്കിൽ അവർ അട്രാക്റ്റ് ചെയ്യും. സോ ഒരു പോസിറ്റീവും ഒരു നെഗറ്റീവും കൂടെ അടുത്ത് വന്നാൽ അവരെപ്പോഴും അടുത്ത് വന്നിരിക്കും, അടുത്ത് വരാൻ ശ്രമിക്കും. ഇതേപോലെ തന്നെ പെയിൻറ്റിന് നമ്മളിപ്പോൾ നെഗറ്റീവ് ചാർജ് കൊടുത്താൽ അവൻ കറക്റ്റായിട്ട് ആ പോസിറ്റീവ് ചാർജ് ഉള്ള എവിടെയാണോ അവിടെ ചെന്ന് ഒട്ടിപ്പിടിച്ചിരിക്കും. ഇതാണ് വൺ ഓഫ് ദ ആപ്ലിക്കേഷൻ ഓഫ് സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി. ഓക്കെ, യെസ്. രണ്ടാമത്തെ ഒരു ആപ്ലിക്കേഷനാണ് ഫോട്ടോകോപ്പി മെഷീൻ. ഫോട്ടോകോപ്പി മെഷീനിൽ വർക്ക് ചെയ്യുന്നത് ഈ ഒരു പ്രിൻസിപ്പിൾ ഉപയോഗിച്ചിട്ടാണ്. ഓർത്തിരിക്കുക, ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇത് വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. ദെൻ പഠിക്കേണ്ടതാണ്, നമ്മളിപ്പോൾ പഠിച്ച സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി കുറച്ച് അഡ്വാൻറ്റേജസ് ഉണ്ട്, പക്ഷെ അവർക്ക് കുറച്ച് ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. നിങ്ങൾ നമ്മുടെ ലുലു മോള് അല്ലെങ്കിൽ ഏതെങ്കിലും മോളിലൊക്കെ പോയി നമ്മുടെ മറ്റേ കൈ പിടിക്കുന്ന സാധനമില്ലേ, അതിങ്ങനെ ഒന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരു ഷോക്ക് അടിക്കാറില്ലേ? ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഓർ പെട്ടെന്ന് ഇതേപോലെ എസ്കലേറ്റർ ചെല്ലുമ്പോഴേക്കും നമ്മളിങ്ങനെ തൊടുന്നു, പെട്ടെന്ന് എന്തോ പോലെ ഒരു ഷോക്ക് അടിക്കും. എന്താ സാധനം? എവിടെ നിന്ന് അടിക്കുന്നതാണ്? അങ്ങനെയാണെങ്കിൽ ഫുൾ ടൈം നമുക്ക് അടിക്കണ്ടേ? നമ്മൾ തൊടുന്ന സെക്കൻഡിലാണ് നമുക്ക് ഷോക്ക് അടിക്കുള്ളൂ. വൈ? ചിന്തിച്ചിട്ടുണ്ടോ? അത് മാളിൻ്റെ പ്രശ്നമോ എസ്കലേറ്ററിൻ്റെ പ്രശ്നമോ ഒന്നുമല്ല, നമ്മുടെ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റിയുടെ പ്രശ്നമാണ്. നോക്കാം. നമ്മൾ പറഞ്ഞു ഏതൊരു ഒബ്ജക്റ്റ് റബ്ബ് ചെയ്യുമ്പോഴും അവിടെ ചാർജുകൾ ഉണ്ടാകുന്നുണ്ട്. സോ നമ്മൾ റബ്ബ് ചെയ്യുന്നില്ല, നമ്മൾ ഓരോ ഒബ്ജക്റ്റിൽ ചെന്നിരിക്കുന്നു, ഒരു കസേരയിൽ ഇരിക്കുന്നു, നമ്മൾ റബ്ബ് ചെയ്യല്ലേ? ഓ, നിങ്ങൾ വേറെ ഒന്നും വേണ്ട, രാവിലെ കുളിക്കാറുള്ളവർ തല തോർത്തുന്ന സമയത്ത് റബ്ബിങ് അല്ലേ നടക്കുന്നത്. സോ ഏതൊരു ഒബ്ജക്റ്റ് റബ്ബ് ചെയ്താലും അവിടെ ചാർജുകളുടെ കൈമാറ്റം സംഭവിക്കും. സോ ഞാനിപ്പോൾ ഇവിടെ നിൽക്കുകയാണ്, എൻ്റെ ബോഡിയിലും കുറച്ച് ചാർജുകളുണ്ട്. ഓക്കെ, നമ്മളെല്ലാവരുടെയും ബോഡിയിൽ കുറച്ച് ചാർജ് എങ്ങനെയെങ്കിലും ഉണ്ടാവും. സോ എന്ത് സംഭവിക്കും? ചാർജുള്ള ഞാൻ ചെന്നൊരു മെറ്റൽ, ഇതേപോലെ ഒരു ഡോറ്, ഒരു മെറ്റൽ റിംഗ് ഉള്ളൊരു ഡോറ് ഞാൻ ചെന്ന് തൊട്ടു. എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ എൻ്റെ ബോഡിയിലുള്ള ഈ നെഗറ്റീവ് ചാർജുകൾ ഈ മെറ്റലിലോട്ട് പോകും. അതായത് എൻ്റെ ബോഡിയിലുള്ള ചാർജ് മൊത്തം വേറൊരാളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ദാറ്റ് മീൻസ് നമ്മൾ പറഞ്ഞു ഈ നെഗറ്റീവ് ചാർജുകൾ സഞ്ചരിച്ച് കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന ആളാണ് ഇലക്ട്രിസിറ്റി. സോ പെട്ടെന്ന് നമ്മുടെ ബോഡിയിലുള്ള ചാർജ് പെട്ടെന്ന് ചലിക്കാൻ തുടങ്ങും, പെട്ടെന്ന് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ പെട്ടെന്ന് ഒരു സെക്കൻഡ് നേരത്തേക്ക് പെട്ടെന്നൊരു ഇലക്ട്രിസിറ്റി ഉണ്ടാകും, ഓർ പെട്ടെന്നൊരു ഷോക്ക് അടിക്കും. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. ഓക്കെ, അല്ലാതെ ഇവിടെ മാജിക്കോ ഭൂതോ പ്രേതോ ഒന്നുമല്ല. ഓക്കെ, ഇനി മുതൽ ഒരു മോളിൽ പോണ സമയത്ത് ശ്രദ്ധിക്കാമേ, ഇതാണ് സംഭവം നടക്കുന്നതെന്ന് നിങ്ങളൊന്ന് പറഞ്ഞു കൊടുക്കാം. സോ യെസ്, ഇതേ റീസൺ കൊണ്ടാണ് നമ്മുടെ മൊബൈൽ ടെക്നീഷ്യൻസ് മൊബൈൽ റിപ്പയർ ചെയ്യുന്ന കടകളിൽ ചെല്ലുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, അവർ ഇതേപോലെ ആൻറ്റി സ്റ്റാറ്റിക് ഗ്ലൗസ് ഉപയോഗിക്കും. എന്തിനാണ്? ഇത് തന്നെയാണ് കാരണം. സ്റ്റാറ്റിക് ചാർജുകൾ അവിടെ പ്രൊഡ്യൂസ് ചെയ്യും. സോ സ്റ്റാറ്റിക് ചാർജുകൾ നമ്മുടെ ഈ ഡിവൈസിലോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഡിവൈസ് കേടാവും. സോ അത് പോവാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ സ്റ്റാറ്റിക്
ആൻറ്റി സ്റ്റാറ്റിക് ഗ്ലൗസ് യൂസ് ചെയ്യട്ടോ. ഇത് വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, ചോദിക്കാം. ഈ ചാപ്റ്ററിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ വൈ ക്വസ്റ്റ്യൻസ് ഒരുപാടുണ്ടാവും. പ്രോബ്ലം ഒന്നുമല്ല, വൈ ദിസ് ഹാപ്പൻസ്, വൈ ദിസ് ഈസ് ഒബ്സർവ്ഡ്, വൈ അങ്ങനെയുള്ളതിൻ്റെ റീസൺ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഈ ചാപ്റ്ററിൽ നിന്ന് കൂടുതലായിരിക്കും. സോ നല്ല കൺസെപ്റ്റ് നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് പഠിച്ചവർക്ക് മാത്രമാണ് ഇതിൻ്റെ ആൻസർ എഴുതാൻ പറ്റുള്ളൂ. ഓക്കെ, സോ ഒരു ടോപ്പിക്കും ഇതിൽ നമുക്ക് വിടാനില്ല, പഠിക്കാം. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് എർത്തിങ്. എർത്തിങ് നിങ്ങൾ വീട്ടിലൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? വീട്ടിൽ ഇലക്ട്രീഷ്യൻസ് ഒക്കെ വരുന്ന സമയത്ത് അച്ഛൻ ചോദിച്ചിട്ടുണ്ടാവും, എർത്ത് ചെയ്തിട്ടുണ്ടോ, ഇന്ന ഡിവൈസ് എർത്ത് ചെയ്തിട്ടുണ്ടോ? കുറച്ച് പേരെങ്കിലും കേട്ടിട്ടുണ്ടാവും. എന്താണ് എർത്തിങ്? നമ്മുടെ ഈ എർത്തിനുള്ളൊരു വലിയൊരു പ്രത്യേകതയാണത്. നോക്കാം എന്താണെന്ന് നോക്കാം. സോ എർത്തിങ് എന്ന് പറഞ്ഞാൽ ഞാൻ ചാർജ് ഉള്ളൊരു ബോഡി ഇങ്ങനെ കൊണ്ടുവന്ന് വെച്ചേക്കാണ്. ഈ ചാർജ് ഉള്ളവനെ ഞാൻ എർത്തിൽ കൊണ്ടുപോയി ടച്ച് ചെയ്തു. എന്ത് ചെയ്യുന്നു വെച്ചാൽ ഈ ഉള്ള ചാർജ് മൊത്തം എർത്തിലോട്ട് ഇതേപോലെ ഒഴുകി അങ്ങോട്ട് പോകും. കണ്ടോ? അങ്ങനെ ചാർജ് ഉണ്ടായിരുന്ന ഇവൻ ചാർജ് ഇല്ലാത്തൊരാളായി മാറും. ആഹാ, ഇത് നല്ല പണിയായല്ലോ. ഇതെങ്ങനെ സംഭവിക്കുന്നു? ഇത് നമ്മുടെ എർത്തിൻ്റെ മാത്രം പ്രത്യേകതയാണ്. എർത്തിനെ എത്ര ഇലക്ട്രോണിനെ വേണമെങ്കിലും സ്വീകരിക്കാനും പറ്റും, എത്ര ഇലക്ട്രോണിനെ വേണമെങ്കിലും കൊടുക്കാനും പറ്റും. കൊള്ളാലേ? അതുകൊണ്ട് തന്നെ നമ്മുടെ വീടുകളിലെ എല്ലാ ഡിവൈസുകളും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, എല്ലാ ഡിവൈസുകളും എർത്ത് ചെയ്തിട്ടുണ്ടാവും. കാരണം ഒരു ഡിവൈസിൽ എക്സ്ട്രാ ചാർജുകൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഷോക്ക് അടിക്കും അല്ലേ? സോ ഷോക്ക് അടിക്കാതിരിക്കാൻ ഈ എക്സ്ട്രാ ചാർജുകൾ മൊത്തം നമ്മുടെ എർത്തിലോട്ട് കൊടുക്കും. എർത്ത് സ്വീകരിക്കും, അവനൊരു പ്രശ്നവുമില്ല ഈ ഇലക്ട്രോൺസിനെ വാങ്ങിക്കാനായിട്ട്. സോ കണ്ടോ, ഇൻ കേസ് പോസിറ്റീവ് ചാർജാണ്, പോസിറ്റീവ് ചാർജിനെ നമുക്ക് ന്യൂട്രലൈസ് ചെയ്യണം. എന്ത് ചെയ്യും? ഈ നെഗറ്റീവ് നമ്മൾ പറഞ്ഞു, നമ്മുടെ എർത്തിൽ ഒരുപാട് ഇലക്ട്രോൺസ് ഉണ്ട്. ഈ ഇലക്ട്രോൺസ് ഇങ്ങോട്ട് വരും. കണ്ടോ? 4 പോസിറ്റീവ് ചാർജാണ് മുകളിലുള്ളതെങ്കിൽ 4 ഇലക്ട്രോൺസ് ഇവിടെ നിന്ന് പോവും. സോ 4 4 0 ആയില്ലേ? 4 പോസിറ്റീവും 4 നെഗറ്റീവും രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ 0 ആയി. അങ്ങനെ ഇതെന്തായി മാറും? ന്യൂട്രൽ ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റ് ആയിട്ട് മാറും. സോ നമ്മുടെ എർത്തിന് എത്ര ഇലക്ട്രോണിനെ വാങ്ങിക്കാനും പറ്റും, എത്ര ഇലക്ട്രോണുകളിൽ കൊടുക്കാനും പറ്റും. അതുകൊണ്ട് തന്നെ നമ്മുടെ എർത്തിനെ വിളിക്കുന്ന ഒരു പേരുണ്ട്, നോൺ ആസ് ഇലക്ട്രോൺ ബാങ്ക്. നമ്മുടെ ബാങ്ക് എങ്ങനെയാണ്? നമ്മുടെ നാട്ടിലെ ബാങ്ക്, നമുക്ക് കാശ് നമ്മുടെ വീട്ടിൽ കുറേ ഉണ്ട്, നമുക്ക് ബാങ്കിൽ കൊണ്ടുപോയി കൊടുക്കാം അല്ലേ? യെസ്. നമുക്ക് നമ്മുടെ കയ്യിൽ കാശില്ല, നമ്മൾ ബാങ്കിൽ ചെന്ന് ചോദിക്കും, നമുക്ക് തരും. സോ ഈ ബാങ്ക് എന്ന് പറഞ്ഞാൽ കാശ് വാങ്ങിക്കാനും കൊടുക്കാനും പറ്റുന്നവരാണ്. സോ അതുകൊണ്ട് തന്നെ നമ്മുടെ എർത്തിനെ വിളിക്കുന്ന ഒരു പേരുണ്ട് ഇലക്ട്രോൺ ബാങ്ക്. എത്ര ഇലക്ട്രോണിനെ സ്വീകരിക്കാനും പറ്റും, എത്ര ഇലക്ട്രോണിനെ കൊടുക്കാൻ പറ്റും. സോ ഈ എർത്ത് എന്ന് പറയുന്ന ആൾ ഒരു നിസ്സാരക്കാരനല്ല. മൈൻഡ് ഇറ്റ്. യെസ്. സോ ബ്രിങ്ങിങ് ആൻ ഒബ്ജക്റ്റ് ഇൻ കോൺടാക്ട് വിത്ത് എർത്ത് ഇൻ ദിസ് മാനർ ഈസ് കോൾഡ് എർത്തിങ്. ഇതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ എന്തായാലും ഉണ്ടാവും എക്സാമിന്. സോ എർത്തിങ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്, പഠിച്ചിരിക്കണം. ഒരു വസ്തുവിനെ ഭൂമിയുമായി സമ്പർക്കത്തിൽ കൊണ്ടുവരുന്നതിനെ എർത്തിങ് എന്ന് പറയുന്നു. ദ സിമ്പിൾ ഇൻഡിക്കേറ്റിംഗ് എർത്തിങ്, ഇതാണ് സിമ്പിൾ. ഓക്കെ, നമ്മൾ +1 സർക്യൂട്ട്സ് പഠിക്കും. ആ സമയത്ത് ഉപയോഗിക്കുന്ന ഒരു ചിഹ്നമാണത്. അത് നിങ്ങൾ അപ്പോൾ പഠിച്ചോളും. ഓർക്കുക, അത് റെപ്രസെൻ്റ് ചെയ്യുന്നത് എർത്തിങ്ങിനെയാണ്. യെസ്. നമ്മളിപ്പോൾ 2 രീതിയിലുള്ള ചാർജിങ് പഠിച്ചു. റബ്ബിങ്, ഉരയ്ക്കൽ വഴി ഇതേപോലെ ചാർജ് കിട്ടുന്നു. ആൻഡ് കണ്ടക്ഷൻ, സമ്പർക്കം വഴിയും ചാർജ് കിട്ടും. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് 3ാമത്തെ ആൾ, തേർഡ് വൺ. അപ്പോൾ ആദ്യത്തെ ഉരയ്ക്കുന്നു, രണ്ടാമത്തെ വന്ന് ടച്ച് ചെയ്യുന്നു. ടച്ച് ചെയ്യാതെ ഒരു ഒബ്ജക്റ്റിന് ചാർജ് ചെയ്യാൻ പറ്റുമോ? എന്ത് തോന്നുന്നു? പറ്റും. അതാണ് നമ്മുടെ 3ാമത്തെ മെത്തേഡ്. ഓക്കെ, ചാർജിങ് ബൈ ഇൻഡക്ഷൻ, പ്രേരണ മുഖേനയുള്ള ചാർജിങ്. ഇവിടെ ഉരയ്ക്കുകയും വേണ്ട, വന്ന് ടച്ച് ചെയ്യാൻ വേണ്ട, ഇവിടെ ഒന്നിങ്ങനെ അടുത്ത് വന്ന് നിന്നാൽ മതി. അപ്പോൾ ഇവൻ കാരണം ഇവന് ചാർജ് കിട്ടും. എങ്ങനെയാണെന്നുള്ള മെത്തേഡാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. നമ്മുടെ ചാർജ് ഉള്ള ഒരു റോഡിനെ ഞാൻ കൊണ്ടുവന്നു. ആൻഡ് അവന് ചാർജ് ഉണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇല്ല. കാരണം ഇവിടെ നോക്കി, 5 പോസിറ്റീവും 5 നെഗറ്റീവുമാണ്. സോ ടോട്ടൽ ചാർജ് 0 ആവും. അതുകൊണ്ട് ഇവൻ ന്യൂട്രലാണ്, ഇവന് ചാർജ് ഇല്ല കേട്ടോ. പക്ഷെ ഇവൻ്റെ കേസിൽ എങ്ങനെയാണ്? ഇവന് കുറേ നെഗറ്റീവാണ് ഇരിക്കുന്നത്. സോ ഇവന് ചാർജ് ഉണ്ട്. ഞാൻ ചെയ്യാൻ പോകുന്നത്, ഈ ചാർജ് ഉള്ള ഇവനെ ഞാൻ അവൻ്റെ അടുത്ത് കൊണ്ടുപോയി ഇതേപോലെ വെക്കും. ടച്ച് ഒന്നും ചെയ്യൂല കേട്ടോ, ടച്ചിങ് ഇല്ല, നോ ടച്ചിങ്. ഇങ്ങനെ അടുത്ത് കൊണ്ടുപോയി വെക്കുമ്പോഴേക്കും എന്ത് സംഭവിക്കും? നമ്മൾ പറഞ്ഞതാണ്, ഓപ്പോസിറ്റ് ചാർജസ് അട്രാക്ട്. സോ നെഗറ്റീവ് ചാർജുള്ള ഇവനെ കാണുമ്പോഴേക്കും മറ്റവൻ്റെ അകത്തുള്ള പോസിറ്റീവുകൾ മൊത്തം ഇവൻ്റെ അടുത്തേക്ക് വരും. കണ്ടോ? ഇതേപോലെ അടുത്തേക്ക് വരും. നെഗറ്റീവ് എന്ത് ചെയ്യും? ഒരേപോലത്തെ ചാർജുകളാണെങ്കിൽ അവർ റിപ്പൽ ചെയ്യും. സോ നെഗറ്റീവ് അവനെ കാണുമ്പോഴേക്കും മറ്റേ ഡയറക്ഷനിൽ ഓടിപ്പോവും. കണ്ടോ? അതായത് ഇവിടെ റീഡിസ്ട്രിബ്യൂഷനോ ചാർജ് സംഭവിക്കും. ചാർജുകൾ ഒന്ന് റീഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് അറേഞ്ച് ചെയ്യപ്പെടും. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത്, ഓക്കെ,
ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് എനിക്കൊരു പോസിറ്റീവ് ചാർജുള്ള ഒരു ഗോളം മാത്രമാക്കി മാറ്റണം. ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ അവനെ ഞാൻ എർത്ത് ചെയ്യും. അപ്പുറത്തെ സ്ഥലത്ത് കൊണ്ട് ഞാൻ എർത്ത് ചെയ്യും. എർത്ത് ചെയ്യുമ്പോൾ നമ്മൾ പഠിച്ചതല്ലേ, ഇലക്ട്രോൺസിന് നമുക്ക് എക്സ്ട്രാ ഉണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റും എർത്തിന്. നമുക്ക് ഇലക്ട്രോൺസിനെ വേണമെങ്കിൽ നമുക്ക് വാങ്ങിക്കാനും പറ്റും. ഇവിടെ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ ഇവിടെ വന്ന എക്സ്ട്രാ ഇലക്ട്രോണുകൾ മൊത്തം എർത്തിലോട്ട് ഇതേപോലെ ഇറങ്ങിപ്പോവും. അവിടെ ഉണ്ടായിരുന്ന 5 ഇലക്ട്രോൺസും താഴത്തോട്ട് ഇറങ്ങി ഇതേപോലെ പോകും. അങ്ങനെ വന്നു കഴിയുമ്പോൾ നമ്മുടെ ആ സ്ഫിയറിൽ ചാർജ് ഉണ്ടോ? ചാർജ് ഉണ്ട്. ഏത് ചാർജ് മാത്രമായി മാറും? പോസിറ്റീവ് ചാർജുള്ള ഒരു ഗോളം മാത്രമായിട്ട് മാറും. കണ്ടോ, നേരത്തെ ഇവൻ ന്യൂട്രൽ ആയിരുന്നു, പക്ഷെ ഇപ്പോഴോ അവൻ ചാർജ് ഉള്ള ഒരാളായിട്ട് മാറി. എങ്ങനെ? വേറൊരു റോഡിനെ അവൾ അടുത്ത് കൊണ്ടുപോയി വെച്ചപ്പോൾ. ഇതാണ് ചാർജിങ് ബൈ ഇൻഡക്ഷൻ. ഇസ് ദ മെത്തേഡ് ഓഫ് ചാർജിങ് ആൻ ഒബ്ജക്ട് വിത്തൗട്ട് ഡയറക്റ്റ് ഫിസിക്കൽ കോണ്ടാക്ട്. കണ്ടക്ഷൻ വിത്ത് ഡയറക്റ്റ് ഫിസിക്കൽ കോണ്ടാക്ട് ആണ്. ഇവിടെ വിത്തൗട്ട് ഡയറക്റ്റ് ഫിസിക്കൽ കോണ്ടാക്ട്. ചാർജുള്ള ഒരു വസ്തുവിനെ പ്രേരണയാൽ സമ്പർക്കരഹിതമായി മറ്റൊരു വസ്തുവിനെ ചാർജ് ചെയ്യുന്ന രീതിയാണ് പ്രേരണ മുഖേനയുള്ള ചാർജിങ്. പഠിക്കുക കേട്ടോ. ഈ 3 മെത്തേഡും ഇമ്പോർട്ടൻ്റ് ആണ്, വെരി ഇമ്പോർട്ടൻറ്റ്. ഈ 3 മെത്തേഡാണ് ഞാൻ ഈ കാണിച്ചിരിക്കുന്നത്. ആൻഡ് യെസ്, ഇനി പഠിക്കേണ്ട വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് ഇലക്ട്രോസ്കോപ്പ്. ഇലക്ട്രോസ്കോപ്പ് നിങ്ങൾ ഈ 8ാം ക്ലാസ്സിലും പഠിക്കും ആൻഡ് 9ാം ക്ലാസ്സിലും പഠിക്കും. ഇലക്ട്രോസ്കോപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഒബ്ജക്റ്റ്, ഞാൻ ഇതേപോലെ ഒരു ഒബ്ജക്റ്റ് എടുത്തു. ഈ ഒബ്ജക്റ്റിൽ ചാർജ് ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് അറിയണ്ടേ? അതിന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ആളാണ് ഇലക്ട്രോസ്കോപ്പ്. ഓക്കെ, ഒരു ഒബ്ജക്റ്റിൽ ചാർജ് ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്ന ആളാണ് ഇലക്ട്രോസ്കോപ്പ്. ഇവിടെ എങ്ങനെയെന്ന് വെച്ചാൽ ഒരു റോഡ് ഞാൻ ഇതേപോലെ കൊണ്ടുപോയി വെച്ചു, ചാർജ് ഉള്ള ഒരാൾ. പക്ഷെ നമുക്കറിയില്ല അവന് ചാർജ് ഉണ്ടോ എന്നുള്ള കാര്യം. ഞാൻ ചാർജ് ഉള്ള ഒരാൾ ഇവിടെ കൊണ്ടുപോയി വെക്കുമ്പോൾ ഈ മെറ്റൽ സ്ഫിയറിൽ പോസിറ്റീവ് നെഗറ്റീവ് ഒരുപാട് ചാർജ് ഉണ്ടല്ലോ. എന്ത് സംഭവിക്കും? ഈ മെറ്റൽ സ്ഫിയറിലെ പോസിറ്റീവ് ചാർജുകൾ ഇവിടെ നിന്നിട്ട് ബാക്കിയുള്ള ഈ നെഗറ്റീവുകളെല്ലാം താഴോട്ട് ഇങ്ങോട്ട് പോരും. കണ്ടോ, ഇതാണ് കേട്ടോ 4 ആൾക്കാരാണ് മെറ്റൽ സ്ഫിയർ, ഗ്ലാസ് ജാർ, മെറ്റാലിക് കണ്ടക്ടർ, ഗോൾഡൻ ലീവ്സ്. ഈ 4 പേരാണ് നമ്മുടെ ഇലക്ട്രോസ്കോപ്പിലുള്ള 4 ആൾക്കാർ. ആ 4 പാർട്സും പഠിച്ചിരിക്കണം. ആൻഡ് ഇത് കണ്ടോ, ഇത് ഗോൾഡ് ലീഫാണ്, സ്വർണം കൊണ്ടുള്ള ലീഫ്. ആലോചിച്ച് സ്വർണത്തിനൊക്കെ ഇപ്പം എന്താ വില. സോ നമ്മൾ ഗോൾഡ് ലീഫ് വെച്ചേക്കാണ്. ഈ ഇലക്ട്രോൺസ് മൊത്തം ഇതിലേ പോയി നമ്മുടെ ലീഫിൻ്റെ 2 എതളിലോട്ടും ഈ ഇലക്ട്രോൺസ് ഇങ്ങനെ ഇങ്ങനെ പോരും. രണ്ട് എതളും ഇങ്ങനെ നിൽക്കുമായിരുന്നു. 2 എതളിലോട്ടും ചാർജ് വന്നു, അതും സെയിം ചാർജ്. എന്ത് സംഭവിക്കും? ആ എതളുകൾ ഇങ്ങനെ നീങ്ങും. അങ്ങനെ എതളുകൾ നീങ്ങിയാൽ നമുക്ക് മനസ്സിലാക്കാം നമ്മൾ കൊണ്ടുവന്ന ആശാനി ഈ റോഡിനെ ചാർജ് ഉണ്ടെന്ന്. ഇങ്ങനെയാണ് ഇലക്ട്രോസ്കോപ്പിലൂടെ ഒരു ഒബ്ജക്റ്റിന് ചാർജ് ഉണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കാം കേട്ടോ. യെസ്, ഇനി പഠിക്കേണ്ട അടുത്തൊരാളാണ് കപ്പാസിറ്റർ. കപ്പാസിറ്റർ ഇസ് എ ഡിവൈസ് ഫോർ സ്റ്റോറിങ് ഇലക്ട്രിക് ചാർജ്. ഇലക്ട്രിക് ചാർജ് നമുക്ക് സംഭരിച്ച് വെക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഡിവൈസാണ് കപ്പാസിറ്റർ. ഇതാണ് ആ കപ്പാസിറ്റർ കേട്ടോ. ഇനി കപ്പാസിറ്റൻസ് എന്ന് പറഞ്ഞാൽ അവൻ്റെ എബിലിറ്റീനെ വിളിക്കുന്ന പേര്. ആൻഡ് SI യൂണിറ്റ് ഫാരഡ് ആണ്. ഓർത്തിരിക്കുക കേട്ടോ, ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇനി പഠിക്കേണ്ട നമ്മൾ ഈ ചാപ്റ്റർ ലാസ്റ്റിലോട്ട് കടക്കാണ്. മിന്നൽ, ലൈറ്റനിങ് എങ്ങനെ ഉണ്ടാകുന്നു. നമ്മുടെ മിന്നൽ മുരളിക്ക് എങ്ങനെയാണ് ലൈറ്റനിങ്ങിലൂടെ പവർ കിട്ടിയത്. പവർ കിട്ടിയത് പഠിക്കുന്നില്ല, ലൈറ്റനിങ് എങ്ങനെ ഉണ്ടായി എന്ന് പഠിക്കും. ഓക്കെ, സോ ലൈറ്റനിങ് ഉണ്ടാകുന്നു. നമ്മൾ പറഞ്ഞു മേഘങ്ങൾ, ഇതേപോലെ മേഘങ്ങൾ ഉണ്ടല്ലേ. മേഘങ്ങൾ ഇങ്ങനെ പാറിപ്പറന്നുകൊണ്ടിരിക്കുകയാണ്. സോ പാറിപ്പറക്കുന്ന സമയത്ത് അവരിങ്ങനെ ഉരയ്ക്കൂലേ, റബ്ബ് ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുക? ചാർജുകളുടെ കൈമാറ്റം സംഭവിക്കും. സോ ഇവിടെ നമ്മുടെ ആകാശത്ത് ഇങ്ങനെ പാറിപ്പറന്ന് നടക്കുന്ന സമയത്ത് ഇവർ റബ്ബ് ചെയ്യുന്ന സമയത്ത് ഒരാൾക്ക് പോസിറ്റീവും കിട്ടും, മറ്റാൾക്ക് നെഗറ്റീവും കിട്ടും. ഓക്കെ, അങ്ങനെ ചാർജുകൾ കിട്ടും നമ്മുടെ ക്ലൗഡ്സിന്. ആൻഡ് നമ്മുടെ വീട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. വീടിനൊക്കെ ചാർജ് ഉണ്ടല്ലോ. സോ വീടിൻ്റെ മുകളിൽ കൂടി നമ്മുടെ ഈ ക്ലൗഡ്സ് ഇങ്ങനെ പോകുന്ന സമയത്ത് ഈ നെഗറ്റീവിനെ കാണുമ്പോൾ തന്നെ നമ്മുടെ വീടിൻ്റെ മുകളിലുള്ള പോസിറ്റീവ്സ് ഇങ്ങനെ നോക്കി നിൽക്കും. കാരണം എന്താ? പോസിറ്റീവ് നെഗറ്റീവ് അട്രാക്ട്. സോ ഇങ്ങനെ കാണുമ്പോൾ തന്നെ എന്ത് സംഭവിക്കും? ഇവിടെയുള്ള നെഗറ്റീവ് ചാർജുകൾ ഇതേപോലെ പോസിറ്റീവിൻ്റെ അടുത്തോട്ട് വരും. കാരണം പോസിറ്റീവും നെഗറ്റീവും എപ്പോഴും അട്രാക്ട് ചെയ്ത് നിൽക്കും. സോ ഈ മുകളിലുള്ള നെഗറ്റീവ് ചാർജുകൾ നേരെ താഴേക്ക് വരും. അതാണ് ഈ കാണുന്ന മിന്നൽ. നിങ്ങൾ കാണാറില്ലേ? ഇവിടെ നടക്കുന്നത് ഇലക്ട്രോൺ ട്രാൻസ്ഫർ ആണ്, ചാർജുകൾ പോകുന്നതാണ്. ആൻഡ് പോസിറ്റീവിൻ്റെ കേസിലോ, എൻ്റെ വീട്ടിലെ മരത്തിൻ്റെ മുകളിലുള്ള നെഗറ്റീവ് ചാർജുകൾ മുകളിലോട്ടും നിൽക്കും. പോസിറ്റീവിനെ കാണുമ്പോഴേക്കും ഇവനെന്ത് ചെയ്യും? ഇവൻ നേരെ മുകളിലോട്ടും പോകും. ഇങ്ങനെയാണ് ലൈറ്റ്നിങ് ഉണ്ടാകുക, മിന്നൽ ഉണ്ടാകുന്നത്. ഓക്കെ, ഇതിൽ നിന്ന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന നമ്മളെ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ എന്ത് ചെയ്യണം? മരത്തിൻ്റെ താഴെ ഒന്നും ചെന്ന് നിൽക്കാതിരിക്കുക. ആൻഡ് ഇലക്ട്രിക്കൽ അപ്ലയൻസസ് ഒക്കെ ഓൺ ചെയ്യാതിരിക്കുക. നമ്മുടെ വീട്ടിൽ എപ്പോഴും പറയുന്ന കാര്യമാണ്, ഇതൊക്കെ ശ്രദ്ധിച്ചോളണം. ഇനി ഇതിൽ നിന്ന് നമ്മളെ രക്ഷിക്കുന്ന ഒരാളുണ്ട്. അവനാണ് ലൈറ്റ്നിങ് കണ്ടക്ടർ, മിന്നൽ രക്ഷാചാലകം.
നിങ്ങൾ വലിയ വലിയ ബിൽഡിങ്ങിൻ്റെ മുകളിലൊക്കെ ഈ സംഭവം കണ്ടിട്ടുണ്ടാവും. എന്തിനാ? ഇവിടെ നിന്ന് വരുന്ന ലൈറ്റനിങ് ഞാനിവിടെ നിൽക്കുകയാണ്, എൻ്റെ മേത്തേക്ക് വരാതെ ഈ ലൈറ്റ്നിങ് കണ്ടക്ടർ അവൻ എടുക്കും, ഇത് നേരെ അവൻ എർത്തിലോട്ട് പോകും, എർത്തിലോട്ട് ഇതേപോലെ വിട്ടോളും. സോ ചുറ്റുമുള്ള സ്ഥലങ്ങൾ അവൻ പ്രൊട്ടക്റ്റ് ചെയ്യും. ഓക്കെ, ലൈറ്റ്നിങ് കണ്ടക്ടർ ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് ലൈറ്റ്നിങ് അറസ്റ്റർ, ലൈറ്റ്നിങ് കണ്ടക്ടർ ഒരു ബിൽഡിങ്ങിനെയാണ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നതെങ്കിൽ ലൈറ്റ്നിങ് അറസ്റ്റർ ഒരു ഡിവൈസിനെയാണ് പ്രൊട്ടക്റ്റ് ചെയ്യുക. ഓക്കെ, നമ്മൾ മറ്റേ ട്രാൻസ്ഫോമറിൻ്റെ ഒക്കെ അവിടെ കണ്ടിട്ടുണ്ടാവും ഇങ്ങനത്തെ ഒരു സാധനം. കാരണം ട്രാൻസ്ഫോമറിൽ ഒരു ഡിവൈസ് ട്രാൻസ്ഫോമർ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. ലൈറ്റ്നിങ്ങിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ലൈറ്റ്നിങ് അറസ്റ്റർ. ഓക്കെ അല്ലേ? സോ ഈ ചാപ്റ്ററിലെ ഏറ്റവും മെയിൻ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ഇത്രയാണ്. ഇവിടെ മൊത്തം ചാർജുകളുടെ കളികളാണ്. സോ ചാർജുകൾ എങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുന്നു എന്നുള്ള കാര്യം ഇമ്പോർട്ടൻ്റ് ആണ്. ഏറ്റവും ആദ്യം പഠിക്കേണ്ടത് ആറ്റം. എൻ്റെ ആറ്റത്തിൽ 3 ആൾക്കാരുണ്ട്, അവരുടെ ചാർജുകൾ. എൻ്റെ അവരിങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഒരാൾക്ക് പോസിറ്റീവ് കിട്ടുന്നു, ഒരാൾക്ക് നെഗറ്റീവ് കിട്ടുന്നു എന്നുള്ള കാര്യം. പിന്നെ 3 രീതി ഓഫ് ചാർജിങ്. ഓക്കെ, റബ്ബിങ് വഴി, ഉരക്കൽ വഴി, കണ്ടക്ഷൻ വഴി, ഇൻഡക്ഷൻ വഴി. ഓക്കെ, ഇത് 3 പഠിച്ചിരിക്കണം. എർത്തിങ് ഇമ്പോർട്ടൻ്റ് ആണ്, ആൻഡ് ലൈറ്റ്നിങ്. ഇത്രയാണ് ഈ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയുള്ള ടോപ്പിക്സ്. സോ നല്ല എക്സാം എന്തായാലും ടഫായിരിക്കും. കാരണം ഇത്തവണ നമ്മുടെ എക്സാമിൻ്റെ പാറ്റേൺസ് ഒക്കെ മാറുന്നുണ്ട്. സോ കറക്റ്റായിട്ട് പഠിക്കുക, നല്ല അടിപൊളിയായിട്ട് എക്സാം എഴുതുക കേട്ടോ. ഓൾ ദി ബെസ്റ്റ്.